കൊല്ലം തെന്മലയിലെ വയോജന കേന്ദ്രത്തിൽ അന്തേവാസികൾ ഇന്ന് തന്നെ ഗാന്ധി ഭവനിലേക്ക് മാറ്റും. വയോജന കേന്ദ്രത്തെക്കുറിച്ച് വരുന്നത് ഗുരുതര പരാതികളാണ്. അന്തേവാസികളിൽ നിന്ന് പണം ഈടാക്കിയ ശേഷം മതിയായ ചികിത്സയോ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നാണ് പരാതി. കമ്മീഷൻ ഇതിനകത്ത് ഒരു അന്തിമമായ തീരുമാനം എടുക്കാനും അതോടൊപ്പം തന്നെ ഒരു അഭിപ്രായം പറയാനും കഴിയുള്ളൂ. ഇതാണ് അതെ, ഇതിന് അംഗീകാരമില്ല എന്നാണ് ഞങ്ങൾ സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്. അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. 2018 മുതൽ അതെ അതന്നോട്ട് പ്രവർത്തിക്കുന്നു. ഇതൊരു അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനകത്ത് തുടർന്നുള്ള ആക്ഷൻ എടുക്കും. അല്ല, ഓർഫനേജിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് ഏതെല്ലാം ലംഘനം അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഓരോന്നിടത്ത് പരിശോധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. അതെ, ഇപ്പോൾ ആളുകളിപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് 9 പുരുഷന്മാരും 3 സ്ത്രീകളും ഇതിനകത്തുണ്ട് എന്നാണ്. അവരെ പലരും യഥാർത്ഥത്തിൽ നല്ല ഒരു കോൺഷ്യസ് ആണെന്ന് കൃത്യമായി പറയാൻ പറ്റത്തില്ല. ഒരു സ്ഥിരബുദ്ധിയുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തവരാണ് പല പുരുഷന്മാരായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ തന്നെ ഒരാൾ ആ രൂപത്തിലാണ് ചോദ്യങ്ങൾക്ക് ചോദിച്ചിട്ട് അവർക്ക് പേര് പറയാനോ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ പറയാനോ കഴിയാത്ത നിലയിൽ സ്റ്റേബിളായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലുള്ളവരല്ലെന്നാണ് തോന്നുന്നത്. അല്ല, ഇത് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണെന്ന്. അപ്പോൾ അങ്ങനൊരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പേരായിട്ടുള്ള ഒരാൾ മരിച്ചാൽ സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരാതിരിക്കാനൊക്കത്തില്ലല്ലോ. ഈ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ പേഴ്സണാണ്. അവർക്ക് ആക്ട് ചെയ്യണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മനുഷ്യർ അതിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഉണ്ടാവണമല്ലോ. അതൊരാൾ പോയാൽ മറ്റൊരാൾ വരണം. അതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് ഇപ്പം ആരാണോ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നത് അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. അതെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഞങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാക്കന്മാർ വന്ന് വർത്തമാനം പറയുമ്പോൾ അവർക്ക് പറയാൻ കഴിയുന്നത് പോലെ ഫ്രീ ആയിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നതല്ല. ഞങ്ങൾക്കൊരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ നേച്ചറുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളിൽ പോയെങ്കിൽ പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓപ്പോസിറ്റ് പാർട്ടിക്ക് പറയാനുള്ളത് എന്താണെന്നും കൂടി കേൾക്കാതെ ഇത്തരത്തിലൊരു സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ളൊരു ബോഡി ഒരു കമൻറ്റ് പാസ്സാക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടൊന്നും ബോധ്യപ്പെടാത്തതുകൊണ്ടല്ല. ബട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഒരു കോടതി എങ്ങനെയാണോ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെയാണ് ഞങ്ങളുടെ മുമ്പിലൊരു വിഷയം വരുമ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം മഹാത്മാഗാന്ധി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.